ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് KSU മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ചോദ്യപേപ്പർ കോളേജിലേക്ക് ഇമെയിൽ അയച്ച് പ്രിന്റ് എടുത്ത് പരീക്ഷ നടത്തുന്ന രീതി സുതാര്യമല്ലെന്നും ഇത് ഉടൻ പരിഷ്കരിക്കണമെന്നും KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷകൾ സുതാര്യമല്ല എന്ന് ആരോപിച്ചാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് വലയം ഭേദിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് ഏറെ നേരം ഉന്തിനും തള്ളിനും ഇടയാക്കി. കുറ്റമറ്റ സജ്ജീകരണങ്ങൾ ഒരുങ്ങുന്നതുവരെ പരീക്ഷാ ചോദ്യപേപ്പർ ഇമെയിൽ അയച്ച് കോളേജിൽ നിന്നും പ്രിന്റ് എടുക്കുന്ന രീതി ഒഴിവാക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ആവശ്യപ്പെട്ടു. ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്താണ് ഈ രീതി ആരംഭിച്ചത്. അന്ന് തന്നെ KSU ആശങ്ക അറിയിച്ചിരുന്നു. ക്രമക്കേട് കണ്ടെത്തിയ കാസർഗോഡ് പാലക്കുന്നിലെ ഗ്രീൻ വാലി കോളേജിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം ക്രമക്കേടുകൾ ഇല്ലാതാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ സർവകലാശാല ഒരുക്കണമെന്നും MC അതുൽ ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് വാട്സപ്പ് വഴി ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുകയാണ്. ആ ചോദ്യങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് ഈ പരീക്ഷയുടെ സുതാര്യതയൊക്കെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ PC ആയിരുന്ന ഗോപിനാഥ് ഉണ്ടായിരുന്ന സമയത്ത് ആരംഭിച്ച നമുക്കറിയാം, ആ സമയത്ത് തന്നെ KSU അടക്കമുള്ള സംഘടനകൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ നിലയിൽ മെയിൽ അയച്ചുകൊണ്ട് ഇമെയിൽ അയച്ചുകൊണ്ട് ചോദ്യപേപ്പർ കോളേജിൽ നിന്നും ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റ് എടുക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദ്യപേപ്പർ ചോരുന്ന സാഹചര്യം ഉണ്ടാകും, അതിന്റെ സുതാര്യത നഷ്ടപ്പെടും എന്നുള്ളത് അന്ന് മുതലേ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പങ്കുവെച്ച ആശങ്കകളായിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റിൽ പകർത്തിക്കൊണ്ട് അതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള യൂണിവേഴ്സിറ്റി നടപടിയുടെ ഭാഗമാണ്, അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിത് അശോകൻ അധ്യക്ഷത വഹിച്ചു. അർജുൻ കോറോം, കാവ്യ ദിവാകരൻ, അഭിജിത്ത് മടത്തിക്കുളം, അനഘ രവീന്ദ്രൻ, നഹീൽ T, തീർത്ഥ നാരായണൻ, അർജുൻ ചാലാട്, വൈഷ്ണവ് കായലോട്, പ്രഗീത് മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.